നമസ്കാരം. വനം വകുപ്പ് മറയൂർ ചന്ദന ഡിവിഷന്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. മറയൂർ DFO ഓഫീസിനോടനുബന്ധിച്ചുള്ള കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് എഫ് രാജ MLA ഉദ്ഘാടനം ചെയ്തു. ഈ 100 ദിന പരിപാടിയിൽ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ മന്ത്രി, വനവകുപ്പ് മന്ത്രി അവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു യോഗം കൂടിയായിരുന്നു. MLA-മാരെല്ലാവരും ചേർന്ന് അവിടെ എടുത്ത തീരുമാനമാണ് ഇതെല്ലാം. നമുക്ക് ഇടുക്കിയിലാണ് ഇതുപോലെ പ്രശ്നങ്ങൾ കൂടുതലുള്ളത്. ഈ മൃഗങ്ങളുടെ ശല്യം ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ പയ്യൻ, ഒരു 8 വയസ്സ് പയ്യനെ കാട്ടുപോത്ത് ആക്രമിച്ച് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ മന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബേബിജോണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഇതുപോലെ ഇപ്പൊ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഇപ്പൊ നമ്മൾ CCF എല്ലാം DFO എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സ്ക്രീനിൽ കണ്ടുപോയാൽ പോരാ. സ്ട്രിക്റ്റായിട്ട് DFO ആയാലും ശരി, CCF ആയാലും ശരി, കാര്യങ്ങൾ ഇവിടെ ഉള്ള ഞാൻ ഒന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, തഹസിൽദാർ ഏതൊക്കെ ആയിട്ട്, ഡെപ്യൂട്ടി കളക്ടറായിട്ട്, ഡിസ്ട്രിക്ട് കളക്ടറായിട്ട്, സുപ്രീം കോർട്ട് വരെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുള്ള കാര്യങ്ങളായിട്ട് ചെയ്തു പോകണം. നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഇപ്പൊ ഈ യോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ പോയാൽ അത് ശരിയല്ല. നമുക്ക് കാര്യം പറയുന്നത് CCF അടുത്ത് പറയാൻ നല്ല കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ CCF. പക്ഷെ DFOയും എല്ലാവരും, റേഞ്ചർമാരും എല്ലാവരും ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും. അപ്പം കാര്യങ്ങൾ കറക്റ്റ് മുമ്പോട്ട് പോകണം. അതിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ കാണിക്കില്ല. ഇവിടെ RRT ഒക്കെ നല്ല RRT വന്ന് നമ്മൾ കൂടുതൽ ആളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമുക്ക് മന്ത്രിസഭയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരും. പക്ഷേ നമുക്കൊരു അപകടം വരുന്ന മുമ്പ് നിങ്ങൾ RRT വിട്ട് അത് സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഹൈറേഞ്ച് ഡിവിഷൻ CCF TK വിനോദ് കുമാർ വിശദീകരിച്ചു. മറയൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മറയൂരിലെയും കാന്തല്ലൂരിലെയും ജനപ്രതിനിധികൾ, അതുപോലെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പുതിയ സർക്കാർ ചുമതലയേറ്റ ശേഷം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും അതുപോലെ വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും എത്രയും പെട്ടെന്നുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് 100 ദിന കർമ്മ പദ്ധതിയായിട്ട് ഒരു 15 ഇന പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വിഷൻ 2031 എന്നുള്ള ഒരു വിഷൻ പ്രോഗ്രാമും ഇതോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഡിവിഷനുകളിലും ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഹൈറേഞ്ച് സർക്കിളിൻ്റെ കീഴിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. ഇതിൽ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ഇന്ന് മറയൂർ വെച്ച് ആരംഭം കുറിക്കുകയാണ്. വിഷൻ 2031 കുറിച്ചും അതുപോലെ തന്നെ 100 ദിന കർമ്മ പരിപാടിയെക്കുറിച്ചും ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 2025-26 ഹ്യൂമൻ ഡെത്ത്, മനുഷ്യർ വന്യജീവി സംഘർഷത്തിൽ മരണപ്പെട്ടവരുടെ ഒരു കണക്കാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത് ആന മുഖാന്തരമുള്ള കോൺഫ്ലിക്റ്റുകളിലാണ്, പിന്നെ പാമ്പുകൾ. പള്ളനാട് വിദ്യാർത്ഥിയെ ആക്രമിച്ച കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് മാറ്റാൻ സർക്കാർ തലത്തിൽ ധാരണയായെന്നും എഫ് രാജ MLA-യുടെ ഇടപെടലാണ് നാട്ടുകാർക്ക് ആശ്വാസം പകരുന്ന ഈ നടപടിക്ക് വഴിതെളിച്ചതെന്നും മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 400-ൽ പരം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരുടെ ഒരു യോഗം വനാതിർത്തി പങ്കിടുന്ന മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 21-ാം തീയതിയാണ് മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയുണ്ടായത്. അപ്പൊ 21-ാം തീയതി കൂടിയ യോഗത്തിന്റെ പിന്തുടർച്ചയായി കേരളത്തിൽ തന്നെ ആദ്യമായി നമ്മുടെ മറയൂർ സാനിറ്ററി ഡിവിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ചു കൂട്ടിയതിന് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പള്ളനാടിലെ
പകല് 8:30 മണിക്ക് സ്കൂളിൽ പോകാൻ നിന്നൊരു വിദ്യാർത്ഥി ആ പ്രദേശത്ത് മുൻപും അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അക്രമകാരിയെ ഒരു പോത്ത് വന്ന് തട്ടിത്തെറിപ്പിക്കുകയും പള്ളനാട് നിവാസികൾക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് ആ പ്രദേശത്തൊരു കാട്ടുപോത്ത് ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് MLA ശ്രദ്ധയിൽ ഏർപ്പെടുത്തുകയും MLA അപ്പോൾ തന്നെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് അടിയന്തരമായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾവനത്തിലേക്ക് മാറ്റി നീക്കം ചെയ്യണമെന്നുള്ള കർശന നിർദ്ദേശം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തരം അദാലത്തുകൾ 3 മാസത്തിലൊരിക്കൽ നടത്തണമെന്നും ബന്ധപ്പെട്ട അധികൃതർ പുരോഗതി വിലയിരുത്തണമെന്നും കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. ശിവൻരാജ് ആവശ്യപ്പെട്ടു. நம்மளுடைய இன்னைக்கு அதாலத்துங்கிறது சரிக்கும் இங்க வந்திருக்க ஆளுடைய மனசில் இருக்கிறது. என்னுடைய நஷ்டபரிகாரம் கிடைக்கல, எனக்கு கிடைக்கக்கூடிய போரஸ்டிலுடைய அனுகூலிகள் கிடைக்கலங்கிற ஆசைங்கிறது அங்கே வந்திருக்கீங்க நமக்கு தெரியும். அதனால பிரசங்கத்தை கூட்ட நீட்டல. இருந்தாலும் நம்ம செய்ய வேண்டியது ബഹുമാനപ്പെട്ട CCപ്പോടെ എനിക്ക് പറയാനുള്ളത് ഇത് റിവ്യൂ നടത്തണം. ഇത് ഒരു 3 മാസമെങ്കിലും ഒരിക്കൽ റിവ്യൂ നടത്തി എത്രമാത്രം ഇത് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ട ഒരു അഭ്യർത്ഥന. പിന്നെ பார்த்தீங்கன்னு சொன்னா வன்னியமிருகத்தொல்லை காந்தலூர் சம்மதிச்சுட்டு இப்போ கிட்டத்தட்ட 3.25 கோடி ரூபாய்க்கு பென்சிங் நடக்கு. அந்த பென்சிங் பார்த்தீங்கன்னா கொஞ்சம் ஏரியாவில் தர்க்கம் இருக்கு. எனக்கு சொல்ல வேண்டியது என்ன கேட்டீங்கன்னா, இதுல தர்க்கம் உள்ள பூமியை விட்டுட்டு பாக்கி எல்லாம் போட்டுட்டு காந்தலூர் கிராம பஞ்சாயத்தும் போரஸ்டும் அங்க இருக்கக்கூடிய ஜனப்பிரதிநிதிகளும் கூடி தீர்மானம் உண்டாக்கி தர நம்ம சொல்லியிருக்கோம். எப்படின்னு கேட்டீங்கன்னா, அங்க இயப்பதா இருக்கு கொஞ்சம் பூமிகள், அந்த இயப்பதுங்கிறது கோடதியோட விதி பின்னீடு வரட்டும். ஆனா போரஸ்டுக்கும் பிரைவேட் லேண்டுக்கும் உள்ள அது இருக்கும்ல, அந்த இடத்துல பென்சிங் போட்டு கொடுத்தா ஏகதேசம் உள்ள பிரச்சனைகள் நமக்கு தீரும். அது மாத்திரம் இல்லாம சின்னாவர முதல் அந்த மிஷன் பெல்லு கர்ஷனாடு அந்த மேഖല எல்லாமே பாத்தீங்கன்னா வன்னியமிருகோட பயங்கர காட்டுப்பத்தோட சல்லியும் கூட അതെല്ലാം തൂക്കുമത്സരം പോടാൻ தான் തീരുമാനമാകും, ഇല്ലാട്ടി തീരുമാനമാകും. വിവിധ ഇനങ്ങളിലായി 30-ൽ പരം പരാതികൾ ലഭിച്ചതായി സ്വാഗത പ്രസംഗത്തിനിടെ DFO PJ ഷുഹൈബ് പറഞ്ഞു. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ആർദ്രമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ വരെ നമുക്ക് 30 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. അതില് ചന്ദനത്തിന്റെ സ്വകാര്യ മേഖലയിൽ വളർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട 3 പരാതികൾ, അതുപോലെ തന്നെ EFO ഉൾപ്പെടെയുള്ള പൊതുകാര്യങ്ങളുടെ 13 പരാതികൾ, വന്യജീവി നഷ്ടപരിഹാരത്തിന്റെ 14 പരാതികൾ എന്നിവ ചേർത്ത് 30 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പരിപാടി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് എല്ലാ ഡിവിഷനുകളിലും വന അദാലത്ത് നടത്തണമെന്നുള്ള നിർദ്ദേശം വന്നത്. സീനിയർ സൂപ്രണ്ട് P. അജി കൃതജ്ഞത അർപ്പിച്ചു. കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ സംഘടന പ്രതിനിധികളും വിവിധ മേഖലകളിൽ നിന്നെത്തിയ കർഷകരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.